അങ്ങനെ ഇന്ന് റിലീസായ വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കരം എന്ന സിനിമ ഞാൻ കണ്ടിറങ്ങി. ആദ്യമേ തന്നെ പറയട്ടെ, സിനിമയുടെ ട്രെയിലർ ഇതിനു മുമ്പ് കണ്ടപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ക്വാളിറ്റിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രെയിലറിൽ നിന്ന് കാണാൻ സാധിച്ചത്. അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ നിന്ന്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും മനുഷ്യക്കടത്താണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രമേയമായിട്ട് വരുന്നത്. അപ്പോൾ മനുഷ്യക്കടത്തും പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്റ്റെല്ലാം തുടക്കത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഹെവിലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. പിന്നീട് നമുക്കറിയാം ഈ ഒരു സിനിമയുടെ അടുത്തതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു മുഷിച്ചിലാണ്. കാരണം നമുക്കറിയാം ഇത് സിനിമയുടെ കഥ ഇതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു തരൂ എന്നുള്ളൊരു ഫീലാണ് പിന്നീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കഥയിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഓഫർ ചെയ്യാനില്ല. പക്ഷേ അവരെന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് തിരക്കഥയിൽ. കാരണം ഭയങ്കര ഒരു ഗ്രിപ്പിംഗ് ആയിട്ടും എൻഗേജിങ് ആയിട്ടും, അല്ലെങ്കിൽ അടുത്ത് നെക്സ്റ്റ് എന്താ സംഭവിക്കാൻ പോകുന്ന സ്ക്രീനിൽ, അല്ലെങ്കിൽ അഴിഞ്ഞ കുരുക്ക് വീണ്ടും മുറുകുന്നു എന്ന തരത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തിരക്കഥയിലുണ്ട്. പക്ഷേ പ്രത്യേകിച്ചൊന്നും ഓഫർ ചെയ്യാനില്ല. അവർ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം അടുത്തതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓഫർ ചെയ്യാനില്ലാത്ത രീതിയിൽ ആകമൊത്തം നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രം തന്നൊരു സിനിമയാണ്. പെർഫോമൻസുകളുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് അവരുടെ ക്യാരക്ടേഴ്സ്. പക്ഷേ എടുത്തു പറയേണ്ടത് ഷാജോണും പിന്നെ ബാബുരാജും അവതരിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു. അതിൽ തന്നെ ബാബുരാജ് അവതരിപ്പിച്ച കഥാപാത്രം നല്ല രീതിയിൽ നമുക്കൊരു സിനിമയിൽ നല്ലൊരു റിലീഫ് തരുന്നുണ്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ പല രംഗങ്ങളും നല്ല രീതിയിൽ ചിരി പടർത്തുന്ന രംഗങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ റിലീഫായിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പെർഫോമൻസിന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ കാര്യങ്ങളൊന്നുമില്ല. കാരണം അതിൻ്റെ തിരക്കഥ ഇങ്ങനെയാണ്. അപ്പോൾ തിരക്കഥയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ഓഫർ ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാനുണ്ട്. പിന്നെ ആകമൊത്തം ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രം തന്ന ഒരു സിനിമയാണ് കരം എന്നെ സംബന്ധിച്ച്.